കോഴിക്കോട് ഫറോക്ക് ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പൊളിഞ്ഞു വീണു. യാത്രക്കാർ ഒഴിഞ്ഞു മാറിയതിനാൽ അപകടം ഒഴിവായി. സംഭവത്തിൽ പ്രതിഷേധിച്ച് CPM പ്രവർത്തകർ ബസ് സ്റ്റാൻഡിൽ റീത്ത് വച്ചിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വലിയ അപകടം സംഭവിക്കേണ്ടതായിരുന്നു. നമുക്ക് ആ കോൺക്രീറ്റ് കഷ്ണങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. കൗസർ ചേരുകയാണ്. മുഹമ്മദ് കൗസർ വിവരങ്ങളുമായി. കൗസർ, അനൂപ്, ഉച്ചയ്ക്ക് 12 മണിയോട് കൂടിയാണ് ഈ അപകടം ഉണ്ടായത്. 1992 ഉദ്ഘാടനം ചെയ്തതാണ് ഈ ബസ് സ്റ്റാൻഡ് കെട്ടിടം. മുനിസിപ്പാലിറ്റിയുടെ ഉടമസ്ഥതയിലുള്ളതാണ്. ഇത് പൊളിച്ചു നീക്കണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടതാണ്. കഴിഞ്ഞ തവണയും ഇത്തവണയും മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് UDF ആണ്. എന്തായാലും പല സ്ഥലങ്ങളിലും ഈ ബലക്ഷയമുണ്ട്. കോൺക്രീറ്റ് പാളികൾ ഇളകിയ നിലയാണ്. കഴിഞ്ഞ ദിവസം ശക്തമായ മഴ പെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് യാത്രക്കാരുള്ളപ്പോൾ ഈ കോൺക്രീറ്റ് പാളിയുടെ ഒരു ഭാഗം അടർന്നു വീണത്. ആ സംഭവ സ്ഥലത്ത് നിരവധി യാത്രക്കാരുണ്ടായിരുന്നു. യാത്രക്കാർ ഒഴിഞ്ഞു മാറിയതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. ആർക്കും നിലവിൽ പരിക്കില്ല. ഇതിന്റെ ബലക്ഷയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇത് പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CPM പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിൽ റീത്ത് വെച്ചുകൊണ്ടാണ് CPM പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഈ ബസ് സ്റ്റാൻഡിന്റെ പല ഭാഗങ്ങളും ഇത്തരത്തിൽ ബലക്ഷയം സംഭവിച്ച് കമ്പി പുറത്തു കാണുന്ന നിലയിലാണ്. പല സമയങ്ങളിലായി പ്രതിപക്ഷം ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധമൊക്കെ നടത്തിയിരുന്നു. അപ്പോഴൊക്കെ താൽക്കാലികമായി കോൺക്രീറ്റ് ഈ സിമന്റ് മിക്സ് കൊണ്ട് അടച്ച് പ്രശ്നം പരിഹരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ ഭരണസമിതിയുടെ ഭാഗത്തു നിന്നൊരു വിശദീകരണം വരുന്നത് ഇത് പൊളിച്ചു നീക്കാനുള്ള നടപടികളിലേക്ക് ഈ മുനിസിപ്പാലിറ്റി കടന്നിട്ടുണ്ട്. പക്ഷേ സർക്കാരിന്റെ അനുമതി വേണം. അനുമതി ഇതുവരെയും കിട്ടിയിട്ടില്ലെന്നാണ് മുനിസിപ്പാലിറ്റി വ്യക്തമാക്കുന്നത്.